പാർട്ടിക്കുള്ളിലെ ശക്തമായ വിമത നീക്കത്തിനൊടുവിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ ഇന്ന് രാവിലെ 9:30 രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് രാജി പ്രഖ്യാപിച്ചത്. രാജി തീരുമാനം ചാൾസ് രാജാവിനെ അറിയിച്ചതായും പുതിയ ലേബർ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ ആദ്യവാരത്തോടെ പുതിയ പ്രധാനമന്ത്രി അധികാരമേൽക്കും. 2024 ജൂലൈ 5-ന് 411 എംപിമാരുടെ പിന്തുണയോടെയാണ് സ്റ്റാമർ അധികാരത്തിലെത്തിയത്. 2 വർഷം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹം പദവിയൊഴിയുന്നത്. മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുമായും ഡൗണിംഗ് സ്ട്രീറ്റിലെ ഉപദേഷ്ടാക്കളുമായും പാർട്ടിയുമായും ബന്ധമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളുമായും നടത്തിയ കൂടിയാലോചനകൾക്കൊടുവിലാണ് രാജി തീരുമാനത്തിലെത്തിയതെന്നാണ് സ്റ്റാമർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്റ്റാമറുടെ നേതൃത്വത്തിനെതിരായ വിമർശനം ലേബർ പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജനപ്രീതി ഇടിഞ്ഞതും പാർട്ടിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ ബാധിക്കുന്നുവെന്ന വിലയിരുത്തലും വിമതപക്ഷത്തിന് കരുത്തേകി. സ്റ്റാമറെ പിന്തുണച്ച് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ആരും പരസ്യമായി രംഗത്തു വരാതിരുന്നത് വിമത നീക്കത്തിന്റെ ശക്തി വ്യക്തമാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്ന ആൻഡി ബെൻഹാം പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമാണ്. എംപിയായി വെസ്റ്റ്മിൻസ്റ്ററിലെത്തുന്ന ബെൻഹാമിന് നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ലേബർ എംപിമാരിൽ 20% പേരുടെ പിന്തുണ മതിയാകും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അതിശക്തമായ ഉഷ്ണതരംഗം തുടരുന്നതിനിടെ ഫ്രാൻസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം നിരോധിക്കുകയും സ്കൂളുകൾ അടച്ചിടുകയും നിരവധി പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ ഏകദേശം 1/3 പ്രദേശങ്ങൾ റെഡ് ഹീറ്റ് അലർട്ടിന് കീഴിലാണ്. ചില പ്രദേശങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. തിങ്കളാഴ്ച ഇതിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യവ്യാപകമായി നടന്ന സംഗീതോത്സവ ആഘോഷങ്ങൾക്കിടെയാണ് റെഡ് അലർട്ട് മേഖലകളിൽ മദ്യപാനത്തിന് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. അടിയന്തര ആരോഗ്യ സേവനങ്ങൾക്ക് അമിതഭാരം ഉണ്ടാകാതിരിക്കാനാണ് ഈ നടപടി. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ജലാശയങ്ങളിൽ ഇറങ്ങിയ നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. ശനിയാഴ്ച 4 കുട്ടികൾ മുങ്ങി മരിച്ചതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉഷ്ണതരംഗത്തെ തുടർന്ന് 845 സ്കൂളുകൾ തിങ്കളാഴ്ച അടച്ചിടും. ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും കാട്ടുതീ സാധ്യത നേരിടാൻ അടിയന്തര സേനകളെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിനൊപ്പം സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ബ്രിട്ടൻ എന്നിവിടങ്ങളിലും കനത്ത ചൂട് തുടരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് യൂറോപ്പിൽ ഇത്തരത്തിലുള്ള അതിതീവ്ര ചൂട് സംഭവങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഭർത്താവിന്റെ മുൻ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ നിയമപ്രശ്നത്തെ തുടർന്ന് ന്യൂസിലൻഡിൽ നിയമപരമായ താമസാവകാശം നഷ്ടപ്പെട്ട ഇന്ത്യൻ യുവതിക്ക് ഒടുവിൽ സ്ഥിരതാമസ വിസ അനുവദിച്ചു. ഇന്ത്യക്കാരിയായ ആരാധന ഗോസ്വാമി 2024 നവംബറിൽ സന്ദർശക വിസയിൽ ന്യൂസിലൻഡിലെത്തി. കുടുംബങ്ങളുടെ സമ്മതത്തോടെ നിശ്ചയിച്ച വിവാഹത്തിനായാണ് അവർ എത്തിയത്. ന്യൂസിലൻഡിലെത്തി 19 ദിവസത്തിനകം ഇരുവരും വിവാഹിതരായി. എന്നാൽ ആരാധനയുടെ ഭർത്താവ് മുമ്പ് 2 മുൻ ഭാര്യമാർക്ക് റെസിഡൻസി വിസ ലഭിക്കാൻ സ്പോൺസർ ചെയ്തിരുന്നു. ന്യൂസിലൻഡിന്റെ നിയമപ്രകാരം ഇതിനുശേഷം മറ്റൊരു പങ്കാളിയുടെ റെസിഡൻസി അപേക്ഷയ്ക്ക് സ്പോൺസറാകാൻ അദ്ദേഹത്തിന് അർഹതയില്ലായിരുന്നു. സന്ദർശക വിസ അപേക്ഷയിൽ ഈ വിവരം അധികൃതർക്ക് നൽകിയിരുന്നുവെങ്കിലും വിസ അനുവദിക്കപ്പെട്ടു. പിന്നീട് ആരാധന പാർട്ട്ണർ അടിസ്ഥാനത്തിലുള്ള ജോബ് വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ അത് നിരസിക്കപ്പെട്ടു. തുടർന്ന് അവരുടെ നിയമപരമായ താമസാവകാശവും നഷ്ടമായി. ഇതിനു പിന്നാലെ ആരാധന മാനുഷിക പരിഗണനകൾ ചൂണ്ടിക്കാട്ടി ഇമിഗ്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ട്രിബ്യൂണലിനെ സമീപിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നാൽ ഭർത്താവിൽ നിന്ന് വേർപിരിയേണ്ടി വരുമെന്നും അത് ദാമ്പത്യ ജീവിതത്തെ തകർക്കുമെന്നും അവർ വാദിച്ചു. ഭർത്താവിന് ഇന്ത്യയുമായി കാര്യമായ ബന്ധമില്ലെന്നും പ്രായമായ മാതാപിതാക്കളുടെ പ്രധാന പരിചരണ ചുമതല അദ്ദേഹത്തിനാണെന്നും ട്രിബ്യൂണൽ പരിഗണിച്ചു. കൂടാതെ ഭർത്താവിൽ നിന്ന് വേർപെട്ട് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് സാമൂഹ്യ അപമാനത്തിനും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമെന്നും ആരാധന വ്യക്തമാക്കി. ദമ്പതികൾ ഇമിഗ്രേഷൻ അധികൃതരിൽ നിന്ന് യാതൊരു വിവരവും മറച്ചുവെച്ചിട്ടില്ലെന്നും എല്ലാ വിവരങ്ങളും സത്യസന്ധമായി നൽകിയിരുന്നുവെന്നും ട്രിബ്യൂണൽ കണ്ടെത്തി. ആരാധനയുടെ സാഹചര്യങ്ങൾ അസാധാരണമായ മാനുഷിക പരിഗണനയ്ക്ക് അർഹമാണെന്നും അവരെ നാടുകടത്തുന്നത് അന്യായമാണെന്നും വിലയിരുത്തിയ ട്രിബ്യൂണൽ ഒടുവിൽ അവർക്ക് ന്യൂസിലൻഡിൽ സ്ഥിരതാമസ വിസ അനുവദിക്കാൻ ഉത്തരവിട്ടു.